ഹിമാചൽ പ്രദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്കിടെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കം. മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിനെ മാറ്റി പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമം. നേതാക്കൾ ഉടൻ സുഖ്വീന്ദർ സിംഗ് സുഖുവുമായി കൂടിക്കാഴ്ച നടത്തും. ഇതിനുശേഷമാകും അന്തിമ തീരുമാനം. മുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ട് വിക്രമാദിത്യ സിംഗും മറ്റു 2 MLA-മാരും രംഗത്തുണ്ട്. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. ഏത് വിധേനയും ഈ കോൺഗ്രസ് സർക്കാരിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണല്ലോ, അതിന്റെ ഭാഗമായിട്ടാണല്ലോ അല്ലേ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിനെ മാറ്റി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നടത്തുന്ന നീക്കം? എന്താണ് അതിന്റെ പുതിയ വിവരങ്ങൾ? തീർച്ചയായിട്ടും ആണ് ഗോപി. കോൺഗ്രസ് ദേശീയ നേതൃത്വം അതാണ് ശ്രമിക്കുന്നത്. പക്ഷേ അവർക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ഈ വിക്രമാദിത്യ സിംഗിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ കോൺഗ്രസിൽ കഴിഞ്ഞ 1 വർഷമായി താനടക്കമുള്ളവർ നിശബ്ദരായിരിക്കുകയായിരുന്നു. സുഖുവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മെച്ചപ്പെടും എന്നാണ് കരുതി വന്നിരുന്നത്. പക്ഷേ കോൺഗ്രസിൽ ഇപ്പോഴും മിസ്മാനേജ്മെൻ്റ് ആണ് എന്ന ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. നമുക്കറിയാം, മിസ്മാനേജ്മെൻറ്റ് എന്ന ആക്ഷേപം ഒരു മുഖ്യമന്ത്രിക്ക് നേരെ ഉന്നയിക്കപ്പെടുമ്പോൾ എത്ര ശക്തമായിട്ടുള്ള നിലയിലേക്ക് പോകാനായിട്ട് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നതുകൂടി വ്യക്തമാക്കുകയാണ് അതുവഴി ആ വിഭാഗം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും സന്ധിയില്ലാത്ത വിധത്തിലേക്ക് പ്രശ്നങ്ങൾ പോകുന്നു കോൺഗ്രസിൽ എന്ന് പ്രഖ്യാപിക്കുകയാണ് ഒരു വിഭാഗം. അത് കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യങ്ങൾ അത്ര സുഗമമല്ല എന്നത് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നത് തന്നെയാണ്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും സുഖുവിനോട് ചില കാര്യങ്ങളിൽ അതൃപ്തി ഉണ്ടായിരുന്നു. അത് ഈ രാമക്ഷേത്ര നിർമ്മാണ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന സമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാണപ്രതിഷ്ഠ അടക്കമുള്ള സമയങ്ങളിൽ ദേശീയ നേതൃത്വത്തിന് സ്വീകരിച്ച നിലപാടിന് വളരെ ശക്തമായിട്ടുള്ള എതിർ നിലപാടുമായിട്ട് സുഖു രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ആ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതിനെ ഒക്കെ അംഗീകരിക്കുന്ന വിധത്തിലായിരുന്നു സുഖുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും ഉണ്ടായത്. ആ ഘട്ടത്തിൽ ഉരുണ്ടുകൂടിയ ചില കാർമേഘങ്ങൾ പിന്നീട് അത് പെയ്ത് ഒഴിഞ്ഞെങ്കിലും അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഈ പ്രശ്നങ്ങൾ മുന്നിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ സുഖുവിനെ മാറ്റാം എന്ന വിധത്തിലേക്ക് ഒരു ചിന്ത എത്തുന്നു എന്നുള്ളതാണ്. സുഖുവുമായിട്ട് സംസാരിക്കും കോൺഗ്രസ് ദേശീയ നേതൃത്വം എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ തീരുമാനം, അന്തിമ തീരുമാനത്തിലേക്ക് പോകുന്നത്. ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സൂചനകളൊന്നും ദേശീയ നേതൃത്വം നൽകുന്നില്ല. പക്ഷേ വിക്രമാദിത്യ സിംഗ് അടക്കമുള്ള ഏതാനും MLA-മാർ, 3 MLA-മാർ ഇതിനകം തന്നെ പരസ്യമായിട്ട് തങ്ങളുടെ ആവശ്യം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് ശേഷിച്ച ഉത്തരേന്ത്യയിലെ ഏക സംസ്ഥാനം നിലനിർത്താനായി വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടി വരും. അത് ഈ ക്രൈസിസ് സുഖുവിനെ മാറ്റി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള നീക്കം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എടുക്കുന്നു. അതിന്റെ വിശദാംശങ്ങളായിരുന്നു രാധാകൃഷ്ണൻ നൽകിയത്.